ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കൊല്ലം ആശ്രമത്തെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന ഉപകരണമേള കാണാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് സാഹസമായി റോപ്പ് ഡാൻസ് കളിക്കുന്ന ഒരു യുവാവിനെയാണ്. പിന്നീടാണ് മനസ്സിലായത് റോപ്പ് ഡാൻസിലെ കേരള ഫയർഫോഴ്സിന്റെ ബർമ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണെന്ന്. മേളയിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് ഒരിക്കുന്ന ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസിന്റെ പവലിയനാണ് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് കേരള ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൃത്രിമ വയലും കുടിലും കടലൊക്കെ കാണാൻ സാധിച്ചു. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളുടെ ഇന്റർനാഷണൽ ഫോട്ടോഷൂട്ട് നമുക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു. PWD നിർമ്മിച്ച വിള്ളലില്ലാത്ത പാലത്തിൽ കൂടെ നടന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ജീവനുള്ളതും ഇല്ലാത്തതുമായ റോബോട്ടുകളെയാണ്. ആരും സ്റ്റാച്ചു പറഞ്ഞതുപോലെ എല്ലാം ഒരു ചലനവും ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. കേരള ഫയർഫോഴ്സ് കാട്ടിൽ നിന്ന് വിജയകരമായി പിടിച്ചുകൊണ്ടുവന്ന ജീവനില്ലാത്ത മാനിനെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നടന്നാണ് നമ്മൾ കേരള പോലീസിന്റെ പവലിയൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ സെല്ലിൽ അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടെ നമ്മളെ ബഷീറിന്റെ കൂടെ സെല്ലിൽ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ അതിവിദഗ്ധമായി മുങ്ങി. പുരാതന പോലീസുകാർ മുതൽ ആധുനിക പോലീസുകാർ ഉപയോഗിക്കുന്ന FM റേഡിയോ വരെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കൊടുക്കാൻ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞത് അമ്മാവിനെതിരെ വില ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്ത കുടുംബശ്രീ മീറ്റിംഗിന് പോകുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ മികച്ച തീം സ്റ്റാളിനുള്ള അവാർഡ് ലഭിച്ച ജില്ലാ ജയിൽ വകുപ്പിന്റെ സ്റ്റാളിലെത്തി. അവിടെ ചെന്നപ്പോൾ ലൈവായിട്ട് ഒരു ചേട്ടൻ തൂക്കുകൊല്ലുന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവർ ഇതുപോലെ തൂക്കുകൊല്ലുമെന്ന് ജയിൽ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാളോടാണ്. ഇവിടെയാണെങ്കിൽ ഫ്രീ ആയിട്ട് BP ഷുഗർ ഒക്കെ നോക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ നമ്മൾ ഷുഗർ ചെറുതായിട്ട് ഒന്ന് കൂടിയെന്നൊരു സംശയം. കായിക വകുപ്പിന്റെ സ്റ്റാളിൽ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ബാഹുബലി ദേവസ്വന്റെ പിന്നെ വിവിധ കായിക അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗെയിമുകളെല്ലാം കുട്ടികളെക്കാൾ മുതിർന്ന കുട്ടികളാണ് കളിക്കുന്നത് കാണാൻ സാധിച്ചത്. അങ്ങനെ വിവിധ സ്റ്റാളുകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയ്ക്ക് 4 കാലുള്ള കോരിയെയും കുറച്ച് നാളെ മുമ്പ് ടെലിഗ്രാമിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളെ പറ്റിച്ച ഒരാളെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നമ്മൾ നേരെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിൽ ചെന്ന് തേയിലയും പഞ്ചസാരയുള്ള വെള്ളം കുടിച്ചു. കുറച്ചു നേരം പ്രോഗ്രാം ഒക്കെ കണ്ട ശേഷം നമ്മൾ സ്ഥലം കലയാക്കി. ബാക്കി അടുത്ത വീഡിയോയിൽ